ഇന്ന് നമുക്ക് സുഗിയൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതാ ചെറുപയർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒപ്പത്തിന് വെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ 2 വിസിൽ വെച്ചാണ് ഞാൻ വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ 2 വിസിലിനുള്ളിൽ ചെറുപയർ നന്നായിട്ട് കുതിർന്ന് വന്നതാണെങ്കിൽ വെന്തിട്ടുണ്ടാകും. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ, അതുപോലെ തന്നെ നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇത്രയും കൂടി ഇട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കുറച്ചായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ സുഗിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുപയർ ഉരുളയാക്കി ആ ഉരുള ഇതിൽ നമ്മൾ മുക്കിയിട്ട് വേണം സുഗിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മാവ് നന്നായി കുഴച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മാവ് കുഴച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കിന് വേണം നമ്മൾ ചെറുപയർ വേവിച്ചെടുക്കാൻ. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം നന്നായിട്ട് തണുത്ത് വരണം. തണുത്ത് വന്നാലേ നമുക്കിത് ഉരുളയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ചെറുപയർ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ തേങ്ങയും ഇട്ട് അതുപോലെ തന്നെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ബെല്ലത്തിൻ്റെ പാനിയാണെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമുക്കിതൊന്ന് നന്നായിട്ട് ബെല്ലത്തിൻ്റെ പാനിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പാനി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. അതുകൂടാണ്ട് അതിൻ്റെ കൂടെ നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചെടുത്ത ശേഷം നമ്മളിത് ഉരുളയാക്കി വയ്ക്കുക. പൊട്ടാതെ നല്ല ഉരുളയായിട്ട് ഇങ്ങനെ തന്നെ വെക്കണം. എന്നിട്ടിപ്പോൾ ഞാനിത് ഇത്രയും ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാനുള്ള എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചേക്കുന്ന ഉരുളയിട്ട് നന്നായിട്ട് അതെല്ലാം മുക്കിയെടുത്ത് നല്ല കട്ടിയായിട്ടുള്ള മാവ് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഓരോരോ ഉരുളയാക്കി മാവിൽ ഒരു 4 എണ്ണം വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി ചെറുപയറൊന്നും വേവാനില്ല. നമ്മൾ ഈ മാവ് മാത്രമേ ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് നന്നായി മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സുഗിയൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പതുക്കെ തിരിച്ച് ഇട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണ പോയതിന് ശേഷം നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം.